അഞ്ജന. ഹായോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഓക്കെ. എല്ലാരും പതിയെ പതിയെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പതുക്കെ തുടങ്ങാം. ഇപ്പോ നമ്മുടെ ക്രിയേറ്റേഴ്സ് പ്രോഗ്രാം എല്ലാവട്ടത്തെയും പോലെ തന്നെ എങ്ങനെ റൈറ്റേഴ്സിന് കൂടുതൽ നന്നായിട്ട് എഴുതാൻ പറ്റും, കൂടുതൽ നന്നായിട്ട് രചന എങ്ങനെ കൂടുതൽ രസകരമാക്കാം, വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം, ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വ്യക്തമാവുന്നുണ്ടോ? വോയിസ് ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. അത് നെറ്റ് ഇഷ്യൂ ഉണ്ടാവും ചിലപ്പോൾ. നമുക്ക് തുടങ്ങാം. അപ്പോ പ്രതിലിപി ക്രിയേറ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രതിലിപി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ രചനകൾ സ്വയം പ്രസിദ്ധീകരിക്കാനും അതുവഴി വരുമാനം ഓക്കെ, ക്ഷമിക്കണം, അതെന്റെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. ഒരിക്കൽ കൂടി ആരംഭിക്കുന്നു. സോ അടുത്ത 5 ദിവസങ്ങളിലാണ് നമ്മൾ പ്രതിലിപി ക്രിയേറ്റേഴ്സ് പ്രോഗ്രാം നടത്തുന്നത്. ഈ 5 ദിവസങ്ങളിൽ നിങ്ങളുടെ രചനകൾ എങ്ങനെ കൂടുതൽ മികവുറ്റതാക്കാം, നിങ്ങളുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം, നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ രസകരമായി എഴുതാം, ഇതൊക്കെ പറഞ്ഞു തരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്രദമാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സോ പ്രതിലിപി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്വയം എഴുതി പ്രസിദ്ധീകരിക്കാൻ കഴിയുന്ന, അതുവഴി വരുമാനം നേടാൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ പ്രതിലിപി. ഇപ്പൊ എഴുത്തിനോട് അത്രത്തോളം ആഗ്രഹമുള്ള ആൾക്കാർക്ക്, അത് അത്രത്തോളം ഒരു കരിയറാക്കി മാറ്റാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വരാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ പ്രതിലിപി. നമ്മുടെ അഭിനിവേശത്തെ നമുക്ക് എത്രത്തോളം കാണിക്കണം എന്നുള്ളത് നമുക്ക് പ്രതിലിപിയിലൂടെ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ജീവിതത്തിൽ, നിങ്ങളുടെ ഈ രചന ജീവിതത്തിൽ കൂടുതൽ സഹായങ്ങളായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. ഇപ്പം കഥകൾ പ്രസിദ്ധീകരിക്കാനും പറയാനുമുള്ള നമ്മുടെ പ്രതിലിപിയിൽ ഇപ്പൊ 12 ഇന്ത്യൻ ഭാഷകളിലാണ് നമുക്ക് പ്രതിലിപി ഉള്ളത്. ഈ 12 ഭാഷകളിലായിട്ട് നമുക്ക് 10 മില്യണിലധികം രചയിതാക്കളുണ്ട്. അതിനോടൊപ്പം തന്നെ 25 മില്യണുകളോളം സ്ഥിരമായ വായനക്കാരുമുണ്ട്. പ്രതിലിപിയിൽ ഇതുവരെ 10 മില്യണിലധികം രചനകളും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും റൊമാൻസ്, ഹൊറർ, ത്രില്ലർ, അങ്ങനെ വിവിധ ജോണറുകളിലുള്ള രചനകളുണ്ട്. അപ്പോൾ ഒരു സൂപ്പർ ഹിറ്റ് കഥ എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങളുടെ കഥ എങ്ങനെ ട്രെൻഡിങ് ആക്കാം, എഴുത്തെങ്ങനെ മെച്ചപ്പെടുത്താം എന്നൊക്കെയുള്ളത് ഞങ്ങൾ ഈ പ്രതിലിപി ക്രിയേറ്റേഴ്സ് പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിൽ പല ആൾക്കാരും വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എഴുത്തുകാരായിരിക്കും. പ്രതിലിപിയിൽ വന്നിട്ട് നിരവധി കാലമായ എഴുത്തുകാരുണ്ടായിരിക്കും, എന്നാൽ പുതിയ എഴുത്തുകാരും ഉണ്ടായിരിക്കും. അപ്പം ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾ നമ്മൾ പുതിയ എഴുത്തുകാർക്ക് വേണ്ടിയിട്ടാണ് മാറ്റിവെക്കുന്നത്. ഇത് ആദ്യത്തെ ദിവസം നമുക്ക് നോക്കാം. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ നമ്മൾ പ്രതിലിപിയിൽ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഗോൾഡൻ ബാഡ്ജ് നേടുകയാണ്. ഗോൾഡൻ ബാഡ്ജ് നേടുന്നതിനും ആദ്യത്തെ വരുമാനം നേടുന്നതിനും 200 ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം. അതേപോലെ 200 ഫോളോവേഴ്സായി 5 ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ നമുക്ക് ഗോൾഡൻ ബാഡ്ജ് ലഭിക്കും. അതിലൂടെ നിങ്ങളുടെ സീരീസ് ലോക്കാവുകയും പിന്നെ വരുമാനം നേടാൻ ആരംഭിക്കുകയും ചെയ്യും. അപ്പം എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, പ്രതിലിപി ആപ്പിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കണം. അതായത് എങ്ങനെയാണ് രചനകൾ പ്രസിദ്ധീകരിക്കേണ്ടത്, രചനകൾ എങ്ങനെയാണ് വായനക്കാർക്ക് കാണുന്നത്, പിന്നെ ഒരു സീരീസിലെ പാട്ട് എങ്ങനെ എഴുതിയാലായിരിക്കും കുറച്ചുകൂടെ ഭംഗിയായി കാണുക, പരാതികൾ നൽകേണ്ടത് എവിടെയാണ്, വായനക്കാരോട് സംസാരിക്കേണ്ടത് എവിടെയാണ്, മറുപടികൾ കൊടുക്കേണ്ടത് എവിടെയാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ ആദ്യം ശ്രമിക്കാം. അതിനുശേഷം
അതിന്റെ കൂടുതൽ വ്യക്തമായ രീതിയിൽ കൂടുതൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ എഴുതാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വായനക്കാരെ മനസ്സിലാക്കേണ്ടത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരു രചനയുടെ, ഒരു സിനിമയുടെ വിജയം എന്നത് അതിന്റെ കാണികളാകുമ്പോൾ രചനയുടെ വിജയം എന്നത് അതിന്റെ വായനക്കാരാണ്. അപ്പോൾ വായനക്കാരെ മനസ്സിലാക്കാതെ എഴുതിയിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. വായനക്കാരെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് രചന ഒരു വിജയമാക്കി മാറ്റാൻ പറ്റൂ. അപ്പം വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള രചനകൾ എഴുതാൻ ശ്രമിക്കണം. ഇപ്പം നമ്മുടെ പഴയ ബുക്കുകളുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പെട്ടെന്ന്, അതായത് വളരെയധികം പിടിച്ചിരുത്തുന്ന, ആകാംക്ഷ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന അങ്ങനെയുള്ള രചനകളായിരിക്കും ഓൺലൈൻ വായനക്കാർക്ക് കൂടുതൽ എളുപ്പം, കൂടുതൽ ഇഷ്ടം. അപ്പൊ പെട്ടെന്ന് അപ്ഡേറ്റുകൾ നൽകുന്ന രചനകളോടും ഇത്തരം വായനക്കാർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും. അതായത് നമുക്ക് ഒരു രചനയുടെ ഭാഗം ഇന്ന് വന്നതിന് ശേഷം 5 ദിവസത്തിന് ശേഷമാണ് വരുന്നതെങ്കിൽ അത് രചനയിൽ താല്പര്യം കുറയാൻ വേണ്ടിയിട്ട് കാര്യമാകും. അതുകൊണ്ട് ആദ്യം റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ് കൊടുക്കുന്നത് വായനക്കാർക്ക് വളരെയധികം ഇഷ്ടമാണ്. പിന്നെ വരുന്നതാണ് റെക്കമെൻഡേഷൻ സിസ്റ്റം. റെക്കമെൻഡേഷൻ സിസ്റ്റത്തിൽ കൂടിയാണ് നിങ്ങളുടെ രചനകൾ വായനക്കാരിലേക്ക് കൂടുതൽ എത്തുക. അതായത് പ്രതിലിപിയുടെ ട്രെൻഡിങ് വിഭാഗങ്ങൾ ഇതിലൊക്കെ രചനകൾ കാണുന്നത് റെക്കമെൻഡേഷൻ സിസ്റ്റത്തിലൂടെയാണ്. അപ്പം ഇതിന് ചെയ്യേണ്ടത് ആദ്യത്തെ 4 ഭാഗങ്ങളും കഴിഞ്ഞിട്ടും വായനക്കാർ നിങ്ങളുടെ രചനയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ രചനകൾ റെക്കമെൻഡേഷൻ സിസ്റ്റത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ രചനകൾ പതിവായി പ്രസിദ്ധീകരിക്കുന്നതും അതിനോടൊപ്പം തന്നെ രചനകൾ കൃത്യമായ ടാഗുകൾ എടുക്കുക, വായനക്കാരോട് ഇടപെടുക, ഇതൊക്കെ ചെയ്യുന്നത് റെക്കമെൻഡേഷൻ സിസ്റ്റത്തിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ട്രെൻഡുകൾ മനസ്സിലാക്കുക. ഇപ്പം നമ്മുടെ യൂട്യൂബിൽ ട്രെൻഡ് അനുസരിച്ച് പാട്ട് ചെയ്യുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ ആൾക്കാരെ കിട്ടുക, കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ പേജിലേക്ക് വരിക. അതുപോലെ തന്നെ ട്രെൻഡ് അനുസരിച്ചുള്ള കഥകൾ എഴുതാൻ ശ്രമിച്ചു നോക്കുക. ഇപ്പം ഹോം പേജിലും ട്രെൻഡിങ്ങിലും പുതുതായി പ്രസിദ്ധീകരിക്കപ്പെട്ടവ എന്നുള്ള ഓപ്ഷനുകളിലും ഒക്കെ നിങ്ങൾക്ക് ഇത്തരം ട്രെൻഡിങ് സബ്ജക്റ്റുകളൊക്കെ കാണാൻ പറ്റും. അതായത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്ന ജോണറുകൾ ഏതൊക്കെയാ, അല്ലെങ്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ജോണറുകൾ ഏതൊക്കെയാ, കവർ ചിത്രങ്ങള്, അല്ലെങ്കിൽ തലക്കെട്ടുകള്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കഥകളാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള കഥകൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ശ്രദ്ധ നേടാം. പിന്നെ നമ്മൾ എപ്പോഴും പറയും ഹാർഡ് വർക്കിനെക്കാട്ടിലും സ്മാർട്ട് വർക്ക് ആണ് നല്ലതെന്ന്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എഴുതി തുടങ്ങുമ്പോൾ സ്മാർട്ട് വർക്കിനാണ് ശരിക്കും പ്രാധാന്യം. അതായത് വായനക്കാർ നമ്മളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യം എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള വിഷയങ്ങൾ എഴുതിയിട്ട് കാര്യമില്ല. ആൾക്കാർ നമ്മളെ ആദ്യം ശ്രദ്ധിക്കണം. അപ്പം ആൾക്കാർ ഏറ്റവും കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള രചനകളൊക്കെ എഴുതാൻ നോക്കണം. അതായത് ഇപ്പൊ റൊമാൻസ്, അല്ലെങ്കിൽ ഡ്രാമ, അല്ലെങ്കിൽ ഒരു ത്രില്ലർ കഥ, ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ വായനക്കാർ കൂടുതലായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് എത്തും. അങ്ങനെ വായനക്കാരെത്തിയാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിരവധി രചനകൾ എഴുതാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കവർ ചിത്രവും തലക്കെട്ടും ശ്രദ്ധ നേടുന്നതിനൊപ്പം തന്നെ എഴുതി തുടങ്ങുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു 30 ഭാഗം എന്തായിരിക്കണമെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു വെക്കണം. അതായത് അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗം ഒന്ന് തുടങ്ങി വെക്കാം, അത് കഴിഞ്ഞിട്ട് പതിയെ നമുക്ക് മറ്റ് ഭാഗങ്ങൾ എന്താണെന്ന് ആലോചിക്കാം. അങ്ങനെ വിചാരിക്കരുത്. ആദ്യത്തെ ഒരു 30 ഭാഗം ആദ്യമേ തീരുമാനിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അടുത്ത ഭാഗങ്ങളിലേക്ക് എഴുതാനും പ്രസിദ്ധീകരിക്കാനും സാധിക്കും. അപ്പം ഈ എഴുതുന്നതിനെ പറ്റി ആലോചിച്ച് ചിന്തിച്ച് എഴുതുന്നതിന്റെ വേഗം കുറയുന്നത് പബ്ലിഷ് ചെയ്യുന്നതിന്റെ വേഗം കുറയും. ഇത് ആൾക്കാർ കൂടുതൽ വേഗത്തിൽ കഥയിൽ നിന്ന് മാറാൻ കാരണമാകും. അതുകൊണ്ട് ആലോചിച്ചതിന് ശേഷം ഒരു 30 ഭാഗം പ്ലാൻ ചെയ്തതിന് ശേഷം വീണ്ടും എഴുതി തുടങ്ങുക. പിന്നെ ഒറ്റ സീരീസുകൾക്കാണ് പ്രതിലിപിയിൽ കൂടുതൽ ആൾക്കാരുള്ളത്. എന്നാൽ ആദ്യമായിട്ട് എഴുതി തുടങ്ങുമ്പോൾ വലിയ സീരീസുകൾ എഴുതുന്നത് നിങ്ങളിൽ മടുപ്പുണ്ടാക്കാൻ സാധ്യതയുണ്ടാകും. അതുകൊണ്ട് ആദ്യമായിട്ട് എഴുതുമ്പോൾ കുറച്ച് ചെറിയ സീരീസുകൾ, 40-50 ഭാഗങ്ങളുള്ള സീരീസുകൾ,
എഴുതി തുടങ്ങണം. പക്ഷെ എല്ലാ ദിവസവും പ്രസിദ്ധീകരിക്കണം. അപ്പോൾ നിങ്ങൾ റെക്കമെൻഡേഷൻ സിസ്റ്റത്തിൽ വരും. പെട്ടെന്ന് നിങ്ങൾക്ക് 200 ഫോളോവേഴ്സിനെ കിട്ടും. മുന്നോട്ട് പെട്ടെന്ന് തന്നെ പോകാനും കഴിയും. മുമ്പ് പറഞ്ഞ പോലെ സ്ഥിരമായി പ്രസിദ്ധീകരിക്കാൻ ശ്രദ്ധിക്കണം. ജനപ്രിയ ജോണറുകളിൽ എഴുതി തുടങ്ങണം. അപ്പോൾ ജനപ്രിയ ജോണറുകളിൽ എഴുതുമ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് ആളുകളിലേക്ക് എത്തും. തലക്കെട്ടുകളും കവർ ചിത്രങ്ങളും സമ്മറിയൊക്കെ വളരെ ആണെന്ന് ഉറപ്പാക്കണം. ഒരു കണക്കുകൾ അനുസരിച്ച് ഒരു രചനയുടെ തലക്കെട്ട് അല്ലെങ്കിൽ കവർ ചിത്രം ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായാൽ ആ രചന വിജയിക്കപ്പെടാനുള്ള സാധ്യത, വായിക്കപ്പെടാനുള്ള സാധ്യത 30 മുതൽ 40% വരെ കൂടുമെന്നാണ് ഞങ്ങളുടെ കണക്കുകൾ വായിക്കുന്നത്. അപ്പം ഈ സമ്മറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൾക്കാരിൽ ഒരു ഇമോഷണൽ കണക്ഷൻ, ഒരു വൈകാരികമായ കണക്ഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സമ്മറികൾ എഴുതാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കഥ മാത്രമേ എഴുതൂ, ആൾക്കാരുടെ റിവ്യൂകൾക്കും ഒന്നും മറുപടി കൊടുക്കില്ല എന്ന് വിചാരിക്കരുത്. കഥ എഴുതുന്നതിനോടൊപ്പം തന്നെ ആൾക്കാരുടെ റിവ്യൂ, കമന്റ്, മെസ്സേജുകൾ എന്നിവയ്ക്കൊക്കെ സ്ഥിരമായി മറുപടി കൊടുക്കണം. ഇത് വായനക്കാരുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന കാര്യമാണ്. അപ്പം നിങ്ങളോടുള്ള അടുപ്പം നിങ്ങളുടെ രചനയോടും ഉണ്ടാവും. അത് ആ രചന കൂടുതൽ കൂടുതൽ കാത്തിരിക്കാൻ, ആ രചനയുടെ ഭാഗത്തിനായി കാത്തിരിക്കാൻ നിങ്ങളെ സഹായിക്കും. പിന്നെ നിങ്ങളുടെ രചന നിങ്ങൾ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ വേറെ ആര് പ്രൊമോട്ട് ചെയ്യാനാ? അപ്പോൾ നിങ്ങളുടെ രചനയെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. അതിനായിട്ട് ജോണറുകൾ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കണം, ടാഗുകൾ ഉപയോഗിക്കണം, രചനകൾക്ക് കൃത്യമായ അപ്ഡേറ്റ് കൊടുക്കണം. ഓരോ പാർട്ടിന്റെ അവസാനം ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ആൾക്കാരോട് ആവശ്യപ്പെടണം. ഇത് വായനക്കാരെ കൂട്ടുന്നതിനും ഫോളോവേഴ്സിനെ കൂട്ടുന്നതിനും ഒക്കെ നിങ്ങളെ സഹായിക്കുന്ന കാര്യമാണ്. ഇനി വേറൊരു കാര്യം, മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു രചന വിജയിക്കണമെങ്കിൽ വായനക്കാരുണ്ടാവണം. അപ്പം വായനക്കാരെ മനസ്സിലാക്കിയതിന് ശേഷം എഴുതുന്നത് രചനയുടെ വിജയത്തിന് നിങ്ങളെ വളരെയധികം സഹായിക്കും. അപ്പം പ്രതിലിപിയിലുള്ള വായനക്കാരെ നമുക്കൊന്ന് മനസ്സിലാക്കാം. പ്രതിലിപിയിൽ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ വായനക്കാരുള്ളത് 18-നും 35-നും ഇടയിൽ പ്രായത്തിലാണ്. അതേ സമയത്ത് തന്നെ കൗമാരക്കാരായ വായനക്കാരും കുറച്ചധികം പ്രായമുള്ള വായനക്കാരും ഒക്കെ പ്രതിലിപിയിലുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവരാണ്. അതുപോലെ തന്നെ പ്രതിലിപിയിലെ വായനക്കാര് വായിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജോണറുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അത് ഹൊറർ, റൊമാൻസ്, ഫാന്റസി, മിത്തോളജി, ത്രില്ലർ എന്നിവയ്ക്കൊക്കെയാണ് പ്രതിലിപിയിൽ ഏറ്റവും കൂടുതൽ വായനക്കാരുള്ളത്. ഒരു രചയിതാവ് എന്ന നിലയിൽ വായനക്കാര് ഇഷ്ടപ്പെടുന്ന രചനകൾ എഴുതുന്നതാണ് നിങ്ങളുടെ വിജയത്തിലേക്ക് നയിക്കുക. ഇപ്പം നമ്മൾ ചോദിക്കും, പ്രതിലിപി എന്തിനാ, പുസ്തകങ്ങൾ പോരെ? പുസ്തകങ്ങളും പ്രതിലിപിയും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് മനസ്സിലാക്കണം. അതായത് നമ്മളൊരു പുസ്തകം വാങ്ങിക്കുമ്പോൾ നമ്മളൊരു കടയിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് ബുക്ക് സ്റ്റാൾ കാണുന്നു, നമ്മൾ പോകുന്നു, സമ്മറി എടുത്തു നോക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു റിവ്യൂ അനുസരിച്ച് നമ്മളൊരു പുസ്തകം വാങ്ങിക്കുന്നു. അങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. എന്നിട്ട് ജസ്റ്റ് അതിന്റെ സമ്മറിയോ കുറച്ച് ഭാഗങ്ങളോ മാത്രം വായിച്ചു നോക്കുന്നു. വീട്ടിൽ കൊണ്ടുവന്ന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് വായിക്കാനേ വഴിയുള്ളൂ. പക്ഷെ പ്രതിലിപിയുടെ കാര്യം അങ്ങനല്ല. പ്രതിലിപിയിൽ ഒരു രചന വായിച്ചു തുടങ്ങുന്നതിന് മുമ്പ് രചയിതാക്കൾക്ക് ഒരുപാടൊന്നും ആലോചിക്കേണ്ടി വരുന്നില്ല. ഒരു രചന കാണുന്നു, അവർക്ക് അതിനോട് ഒരു തലക്കെട്ടിനോടോ ഒരു കവർ ചിത്രത്തിനോടോ എന്തിനോടെങ്കിലും ഒരു ചെറിയ താല്പര്യം തോന്നിയാൽ തന്നെ അവരത് പെട്ടെന്ന് വായിക്കാൻ തുടങ്ങും. എന്നിട്ട് അവിടെയാണ് ഒരു രചനയുടെ ആദ്യ ഭാഗത്തിന്റെ ഇമ്പോർട്ടൻസ് വർദ്ധിക്കുന്നത്. അതായത് ഒരാൾ ഒരു തലക്കെട്ട് അല്ലെങ്കിൽ കവർ ചിത്രം കണ്ട് ഒരു രചന വായിച്ചു തുടങ്ങിയാൽ അതിന്റെ ആദ്യ ഭാഗം കഴിയുമ്പോൾ അവർക്ക് തോന്നും, ഈ രചന എനിക്കുള്ളതാ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ രചന എന്ന് തോന്നും. എന്നാൽ മാത്രമേ അവർ അടുത്ത ഭാഗത്തിലേക്ക് പോവുള്ളൂ. അല്ല, ആദ്യത്തെ ഒരു 1-2 ഭാഗങ്ങൾ വായിച്ച് അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ അവര് മറ്റൊരു രചനയിലേക്ക് പോകും. അപ്പം ആദ്യത്തെ ഭാഗങ്ങൾ വളരെ അധികം ആൾക്കാരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ എഴുതണം. ആദ്യ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള ഇമ്പോർട്ടൻസ് ആദ്യത്തെ 15 ഭാഗങ്ങൾക്കാണ്. കാരണം പ്രതിലിപിയിലെ ആദ്യത്തെ 15 ഭാഗങ്ങൾ എപ്പോഴും സൗജന്യമായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അങ്ങനെ വായിക്കാൻ കഴിയുമ്പോൾ
അങ്ങനെ വായിക്കാൻ കഴിയുമ്പോൾ അവരെ 15 ഭാഗങ്ങളിൽ നിന്നാണ് ജഡ്ജ് ചെയ്യുക ഈ കഥ ഞങ്ങൾ വായിക്കണോ വേണ്ടയോ എന്ന്. ആ 15 ഭാഗങ്ങൾ കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ഇതെനിക്ക് അറിഞ്ഞേ പറ്റൂ, ഇത് അറിഞ്ഞില്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, എന്തായിരിക്കും പറ്റിയത്, എന്തായിരിക്കും പറ്റിയത്, ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ അവർ അടുത്ത ഭാഗം വായിക്കുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ 15 ഭാഗം എപ്പോഴും നന്നായിട്ട് ആൾക്കാരെ ഇങ്ങനെ പിടിച്ചിരുത്തുന്ന രീതിയിൽ എഴുതാൻ ശ്രമിക്കണം. പിന്നെ ഓരോ ഭാഗത്തും ആ കഥകളിലുടനീളം, അതായത് അറ്റ്ലീസ്റ്റ് ഒരു 5-10 ഭാഗങ്ങൾ കൂടുമ്പോഴെങ്കിലും കഥയിലൊരു ചെറിയ ട്വിസ്റ്റോ ടേണോ ഒരു ആകാംക്ഷ എടുത്തുന്ന ഭാഗങ്ങളോ ചിരിപ്പിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾക്കൊപ്പം നമ്മൾ കരയുന്ന കാര്യങ്ങളോ ഒക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ഇതൊക്കെ വായനയോടുള്ള ആൾക്കാരുടെ, ആ രചനയോടുള്ള ആൾക്കാരുടെ ഇഷ്ടം വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങളെ സഹായിക്കും. ഇനി സമ്പാദ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം സമ്പാദ്യം നേടുന്നതിനെ പറ്റി രചയിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രതിലിപിയിൽ നിന്ന് സമ്പാദ്യം ലഭിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. 3 രീതിയിലാണ് നമുക്ക് പ്രതിലിപിയിൽ നിന്ന് സമ്പാദ്യം ലഭിക്കുന്നത്. ഒന്ന്, പ്രീമിയം സബ്സ്ക്രിപ്ഷനിൽ നിന്ന്, കോയിനുകളിൽ നിന്ന്, സൂപ്പർ ഫാൻ സബ്സ്ക്രിപ്ഷനിൽ നിന്ന്. അപ്പം ലോക്ക് ചെയ്ത ഭാഗങ്ങളിൽ നിന്നാണ് ഈ സമ്പാദ്യമൊക്കെ വരിക. അപ്പം ലോക്ക് ചെയ്ത ഭാഗങ്ങൾ 15ാമത്തെ ഭാഗം മുതൽ 16ാമത്തെ ഭാഗം മുതൽ ലോക്ക് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പം ഇത് വായിക്കുമ്പോൾ ഫ്രീ അൺലോക്ക് അല്ലാതെ ആര് വായിച്ചാലും നിങ്ങൾക്ക് സമ്പാദ്യം ലഭിക്കും. ഇത് കോയിനുകൾ നൽകി വാങ്ങിക്കുന്നതാവാം, പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഉള്ളവർ വായിക്കുന്നതാവാം, അല്ലെങ്കിൽ സൂപ്പർ ഫാൻ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് വായിക്കുന്നതാവാം. എന്തായാലും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സമ്പാദ്യം ലഭിക്കും. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതൽ വായനക്കാരെ പിടിച്ചു നിർത്താനും കൂടുതൽ വായനക്കാരെ രചനയിലേക്ക് എത്തിക്കാനും കൂടുതൽ സ്ഥിരമായിട്ട് പാർട്ടുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു തുക സമ്പാദ്യം നേടാൻ പറ്റും. പിന്നെ സൂപ്പർ ഫാൻ, നമുക്ക് മോഹൻലാലിന്റെ ഒരു ഫാനാണ്. മോഹൻലാലിന്റെ ആണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. മോഹൻലാലിന്റെ ഏത് സിനിമ വന്നാലും നമ്മൾ കാണും. അങ്ങനെയുള്ളവരാണ് മോഹൻലാലിന്റെ ഫാൻ. അതുപോലെ നിങ്ങളുടെ എല്ലാ രചനയും ഇഷ്ടമാണ്, നിങ്ങൾ എന്ത് കാര്യങ്ങൾ എഴുതിയാലും ഇഷ്ടമാണ്, അങ്ങനെയുള്ളൊരു വായനക്കാരൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരാണ് നിങ്ങളുടെ സൂപ്പർ ഫാൻ. അവര് നിങ്ങൾ എന്ത് അപ്ഡേറ്റ് കൊടുത്താലും, കഥയുടെ ആകട്ടെ ചുമ്മാ പോസ്റ്റ് ആകട്ടെ, എന്തിട്ടാലും അവര് വായിക്കും. നിങ്ങളുടെ രചനയുടെ എല്ലാ ഭാഗത്തും അവർ റിവ്യൂ കൊടുക്കും. നിങ്ങളുടെ രചന മറ്റുള്ളവർക്കരോട് വായിക്കാൻ വേണ്ടി ഷെയർ ചെയ്യും. പിന്നെ പൈസ, കോയിനുകൾ കൊടുത്ത് നിങ്ങളുടെ രചന അൺലോക്ക് ചെയ്ത് വായിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവര് സൂപ്പർ ഫാൻസ് ആണ്. ഇപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം, അതായത് ഒരു തുടക്കത്തിലുള്ള രചയിതാവ്, ഒരു ഗോൾഡൻ ബാഡ്ജ് നേടിയ രചയിതാവ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ശ്രമിക്കേണ്ട ഒരു കാര്യമാണ് ആദ്യത്തെ 3 മാസത്തിൽ 10 സൂപ്പർ ഫാൻസിനെയെങ്കിലും നേടാൻ ശ്രമിക്കേണ്ടത്. ഒരു നിമിഷം ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നു. വീണ്ടും ആരംഭിക്കാം. പിന്നെ ലോക്ക് ചെയ്ത ചാപ്റ്ററുകൾ, കോയിനുകൾ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ, പ്രീമിയം സബ്സ്ക്രിപ്ഷൻ, സൂപ്പർ ഫാൻ സബ്സ്ക്രിപ്ഷൻ എന്നിവ ഉപയോഗിച്ചാണ് ലോക്ക് ചെയ്ത ചാപ്റ്ററുകൾ വായിക്കുന്നത്. അപ്പം വായനക്കാര് പൈസ കൊടുത്ത് നിങ്ങളുടെ ലോക്ക് ചെയ്ത ചാപ്റ്ററുകൾ വായിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 15 ഭാഗം അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടണം. ആ 15 ഭാഗങ്ങൾക്ക് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് വായിച്ചു കഴിഞ്ഞതിന് ശേഷവും അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ പിന്നെ അടുത്ത ഭാഗങ്ങൾ അവർ അൺലോക്ക് ചെയ്ത് വായിക്കൂ. അതുകൊണ്ട് ഓരോ ഭാഗം എഴുതുമ്പോഴും എങ്ങനെ ഒരു വായനക്കാരന്റെ ശ്രദ്ധ നേടാം, അവരെ എങ്ങനെ ആ രചനയെ പറ്റി എപ്പോഴും ആലോചിച്ചുകൊണ്ടേയിരിക്കാൻ പ്രേരിപ്പിക്കുക, ഇങ്ങനെ ആലോചിച്ച് വേണം ഒരു സീരീസിന്റെ ഓരോ ഭാഗങ്ങളും എഴുതാൻ. അപ്പോൾ
നിങ്ങളുടെ വായനക്കാരുടെ ശ്രദ്ധ നിങ്ങളുടെ രചനയിൽ തന്നെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഓരോ 2 ഭാഗങ്ങൾ കൂടുമ്പോഴും വായനക്കാരനോട് പറയാം, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനോ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കാനോ ഒക്കെ നിങ്ങൾക്ക് വായനക്കാരോട് പറയാം. പിന്നെ കൂടുതൽ വായനക്കാരെ നേടിയാൽ നിങ്ങൾക്ക് കൂടുതൽ സമ്പാദ്യം നേടാൻ പറ്റും. അതാണ് ഇതിന്റെ കീ. അതായത് എത്ര വായനക്കാർ കൂടുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ സമ്പാദ്യം കൂട്ടാൻ സാധിക്കും. പിന്നെ റെക്കമെൻഡേഷൻ സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് വേണ്ടതാണ് സ്ഥിരമായ പ്രസിദ്ധീകരണം, വായനക്കാർ കൂടുതൽ റേറ്റിംഗും റിവ്യൂവും കമന്റുകളും തരിക, കൃത്യമായ ജോണറുകൾ തിരഞ്ഞെടുക്കുക, കഥയുടെ നിലവാരം ഉയർത്തുക. നിങ്ങളുടെ രചന വായനക്കാർക്കിടയിൽ ശ്രദ്ധ നേടുകയാണെങ്കിൽ നിങ്ങളുടെ രചന പ്രതിലിപിയിൽ റെക്കമെൻഡ് ചെയ്യപ്പെടും. അത് പിന്നെ ട്രെൻഡിങ് ലിസ്റ്റിൽ വരും, വിഭാഗങ്ങൾ എന്നുള്ള ഭാഗത്ത് ലിസ്റ്റിൽ വരും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കഥയിലേക്ക് കൂടുതൽ കൂടുതൽ വായനക്കാരെ എത്താൻ സഹായിക്കും. ഇതിനൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാ ദിവസവും ഒരു ഭാഗമെങ്കിലും പ്രസിദ്ധീകരിക്കാൻ ശ്രമിക്കേണ്ടത്. ഇത്രയാണ് നമ്മുടെ പുതിയ ആൾക്കാരെ കൂട്ടുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നമ്മളൊരു പുതിയ വായനക്കാരനായി, നമ്മളൊരു സമ്പാദ്യം നേടി, നമുക്ക് സമ്പാദ്യം ലഭിക്കാൻ ആരംഭിച്ചു. പക്ഷെ ഇനിയുള്ള ഗോൾ എന്ന് പറയുന്നത്, ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കണം എന്നതിനെ കുറിച്ചാണ്. അപ്പം വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സിനെ കൂട്ടണം. ഫോളോവേഴ്സിനെ കൂട്ടിയാൽ നമ്മുടെ വായനക്കാരുടെ എണ്ണം കൂടും, വരുമാനം വർദ്ധിക്കും. ഫോളോവേഴ്സിനെ 200-ൽ നിന്ന് 2000-ലേക്ക് എങ്ങനെ എത്തിക്കണമെന്ന് നോക്കാം. ഇതിനായി 60 മുതൽ 100 ഭാഗങ്ങൾ വരെയുള്ള രചനകൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫോളോവേഴ്സിനെ കൂട്ടാൻ സാധിക്കും. അതെങ്ങനെയാണ്, ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ അടുത്തതായി ഞങ്ങൾ പറയുന്നതാണ്. അപ്പം 100 ഭാഗങ്ങളുള്ള ഒരു സീരീസ് എഴുതുന്നതാണ് എപ്പോഴും ഏറ്റവും നല്ലത്. അപ്പം ഇത്തരത്തിൽ 100 ഭാഗങ്ങളുള്ള ഒരു സീരീസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജനപ്രിയ ജോണറുകളിൽ തിരഞ്ഞെടുത്ത് നമുക്ക് സീരീസുകൾ എഴുതാം. ഇപ്പൊ പ്രണയകഥകൾക്ക് വളരെ വലിയൊരു ഫാൻ ബേസ് ആണുള്ളത്. അതുപോലെ സസ്പെൻസ് ത്രില്ലേഴ്സ്, ഇപ്പൊ കുടുംബ ബന്ധങ്ങൾ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഇന്ന് അധികം കാണാത്ത ഒന്നാണ് കൂട്ടുകുടുംബങ്ങളും കുടുംബങ്ങളിൽ ഒരുപാട് അംഗങ്ങളുള്ളതും ഒക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളും അവിടെ നടക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ എഴുതുമ്പോൾ ആൾക്കാർക്ക് ഇത് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറച്ചുകൂടെ കൂടും. കാരണം നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് നമ്മൾ വായിക്കുന്നത്. അതിനെപ്പറ്റി അറിയാനുള്ളൊരു ആകാംക്ഷ അവർക്കുണ്ടാവും. പിന്നെ ആ കുടുംബത്തിലൊരു അംഗമാണ് താനെന്ന് വായനക്കാർക്ക് സ്വയമേവ തോന്നാൻ തുടങ്ങും. അത് നിങ്ങളുടെ രചനയുടെ വിജയമാണ്. പിന്നെ സസ്പെൻസ് ത്രില്ലറുകൾ ഇഷ്ടമല്ലാത്ത ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ. അതുപോലെ ഫാന്റസി, മിത്തോളജി തുടങ്ങിയവയിലെ ഒക്കെ നിങ്ങൾക്ക് രചനകൾ പൂർത്തിയാക്കാൻ സാധിക്കും. ഇപ്പോ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് ഒരു കഥയുടെ ഗതി. അതായത് 100 ഭാഗങ്ങളുള്ളൊരു രചനയാണെങ്കിൽ അതിനെ ഒറ്റ കാര്യമായി പ്ലാൻ ചെയ്യാതെ ഈ രചനയെ 3ആയിട്ട് തിരിക്കണം. അതായത് ആദ്യത്തെ 30 ഭാഗങ്ങളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രധാന ആശയം, നിങ്ങളുടെ കഥയുടെ പ്രധാന ആശയം എന്താണോ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കഥാപാത്രങ്ങൾ ഞങ്ങളുടെ ആരൊക്കെയോ ആണ് എന്ന വായനക്കാരെ നിങ്ങൾ തോന്നിപ്പിക്കേണ്ട ഭാഗങ്ങളാണ് 30 വരെയുള്ള ഭാഗങ്ങൾ. ആ 30 ഭാഗങ്ങൾ കൊണ്ട് നിങ്ങളുടെ വായനക്കാർക്ക് നിങ്ങളുടെ കഥാപാത്രങ്ങളോടൊരു ഇഷ്ടം തോന്നണം. ഇവര് ഞങ്ങളുടെ ആരൊക്കെ ആണ് എന്നൊരു വിശ്വാസം അവരിൽ ഉണ്ടാക്കിയെടുക്കണം. അടുത്ത ഒരു 30 മുതൽ 60 വരെയുള്ള ഭാഗങ്ങൾ വരുമ്പോൾ ഈ കഥാപാത്രങ്ങൾ ഓൾറെഡി നിങ്ങളുടെ വായനക്കാരുടെ മനസ്സിലുണ്ട്, അവരാരൊക്കെയാണ്. അപ്പം അവർക്ക് വരുന്ന പ്രശ്നങ്ങള്, കഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ വായനക്കാർ ഞങ്ങളുടെ ആരുടെയോ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ഞങ്ങളുടെ ആരോ ആണ് അവർ. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ അവർക്ക് ടെൻഷൻ ഉണ്ടാവും, അവർക്ക് വിഷമം ഉണ്ടാവും, നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവും. ഇക്കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അവര് വീണ്ടും 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 എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, അടുത്തത് എങ്ങനെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ
മനസ്സിലാക്കാൻ അവർ ശ്രമിക്കും. അപ്പൊ നിങ്ങളുടെ രചനകളിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ ഇതൊക്കെ സഹായിക്കും. പിന്നെ 60 മുതൽ 100 വരെയുള്ള ഭാഗങ്ങൾ. ആദ്യം 30 ഭാഗങ്ങൾ നമ്മൾ കഥാപാത്രങ്ങളെ കാണിച്ചു, പിന്നീട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാണിച്ചു, പിന്നെ എന്തൊക്കെയോ ഇഷ്യൂസ് ഇങ്ങനെ കഥയിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ്. കുറെ കാര്യങ്ങൾ ആർക്കും മനസ്സിലാവുന്നില്ല, കുറെ കാര്യങ്ങളിൽ കുറെ രഹസ്യങ്ങളുണ്ട്. ചില രഹസ്യങ്ങൾ വായനക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഈ രഹസ്യങ്ങൾ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ അറിയാവുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. കംപ്ലീറ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയുടെ ഷോ ഡൗൺ പോലെയാണ് അവസാന 60 വരെ 30 100 വരെയുള്ള ഭാഗങ്ങൾ. ഇവിടെയാണ് ക്ലൈമാക്സ് കൊണ്ടുവരേണ്ടത്. അപ്പം ഈ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ദുഃഖമാണോ സുഖമാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ്. പക്ഷെ എന്തായാലും ആ ഫീലിംഗ് മനസ്സിലാക്കാൻ നിങ്ങളുടെ വായനക്കാർക്ക് സാധിക്കണം. അതായത് ഒരു ദുഃഖപരിവ്യവസായിയായ കഥയാണെങ്കിൽ ആ കഥ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ വായനക്കാരന് വിഷമം ഉണ്ടാവണം, സങ്കടം ഉണ്ടാവണം. അതുപോലെ സുഖപര്യവസായി ആണെങ്കിൽ സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് വായന നിർത്താൻ അവർക്ക് സാധിക്കണം. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആദ്യ 15 ഭാഗങ്ങൾ വളരെയധികം പ്രധാനമാണ്. വായനക്കാരെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഇതാണ്. അപ്പം ഈ 15 ഭാഗങ്ങൾ ആൾക്കാരിൽ വളരെയധികം ആകാംക്ഷ ഉണ്ടാവണം. ഈ കഥയുടെ ഒരു പ്രശ്നം എന്താണ്, ഇതിന്റെ ഒരു പ്രധാന കാര്യം എന്നൊക്കെ ഈ ഭാഗങ്ങളിലാണ് മനസ്സിലാക്കേണ്ടത്. 15ാമത്തെ ഭാഗത്തിലും വളരെയധികം ശ്രദ്ധ കൊടുക്കണം. അതായത് 15ാമത്തെ ഭാഗത്താണ് നിങ്ങൾ ആ കഥയുടെ ഒരു വൻ ട്വിസ്റ്റ് വെക്കേണ്ടത്. ആ വൻ ട്വിസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് എന്താണെന്ന് ആൾക്കാർക്ക് അറിയാനുള്ള ആകാംക്ഷ തോന്നണം. ആൾക്കാർ വിചാരിക്കണം എന്ത് പറ്റിയെന്ന് ആൾക്കാരെ വിചാരിക്കണം. ഈ ആദ്യത്തെ 15 ഭാഗങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് അടുത്ത ലോക്ക് ചെയ്ത ഭാഗങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് വായനക്കാരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കഥ ഭാഗം കൂട്ടാൻ വേണ്ടി കഥയെ ഒരിക്കലും വലിച്ചു നീട്ടരുത്. കഥയെ വലിച്ചു നീട്ടാതെ എന്നാൽ ആൾക്കാരുടെ ശ്രദ്ധ ഉണ്ടാക്കി 100 ഭാഗങ്ങൾ എഴുതി പൂർത്തിയാക്കണം. പിന്നെ അടുത്തത് കഥയിൽ ചെറിയ ചെറിയ ട്വിസ്റ്റുകൾ കൊണ്ടുവരണം. അതിപ്പോ ഒരു പുതിയ കഥാപാത്രമാകാം, ഒരു രഹസ്യമാകാം, അല്ലെങ്കിൽ പ്രധാന കഥാപാത്രങ്ങൾ തമ്മിലുള്ള വഴക്കുകളാകാം, അല്ലെങ്കിൽ വലിയ ട്വിസ്റ്റുകളായ ഒരു അപകടം, ഒരു പ്രധാന കഥാപാത്രത്തിന്റെ മരണം, അങ്ങനെയും ആകാം. ഇതും അടുത്ത ഭാഗം വായിക്കാൻ വായനക്കാരെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഒരു കാര്യത്തിനോട് വളരെയധികം ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകുമ്പോൾ, ഒരു വൈകാരികമായ കണക്ഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ കഥയിൽ നമ്മൾ ജീവിക്കുകയാണ് എന്ന് വായനക്കാരന് തോന്നുന്നത്. അപ്പം വായനക്കാരന്റെ വൈകാരികമായ തലങ്ങളെ ഉണർത്തുന്ന തരത്തിലുള്ള പ്രണയ നിമിഷങ്ങൾ, അല്ലെങ്കിൽ പ്രധാന കഥാപാത്രങ്ങൾ ചിരിക്കുമ്പോൾ നമുക്കും കൂടെ ചിരിക്കാം, വായനക്കാരനും കൂടെ ചിരിക്കാൻ തോന്നണം. പ്രധാന കഥാപാത്രം കരയുമ്പോൾ വായനക്കാരന് കൂടെ കരയാൻ തോന്നണം. കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ സൊല്യൂഷൻ വായനക്കാരൻ തന്നെ ആലോചിക്കണം. സസ്പെൻസുകൾ വേണം, പ്രശ്നങ്ങൾ വേണം, വഴക്കുകൾ വേണം, എല്ലാം അതിനകത്ത് ഉണ്ടാവണം. ഒരു മനുഷ്യ ജീവിതത്തിൽ ആൾക്കാരുണ്ടാക്കുന്ന എല്ലാ വികാരങ്ങളും നിങ്ങളുടെ കഥകളിലും ഉണ്ടായിരിക്കണം. ഓരോ ഭാഗവും ഉദ്വേഗപൂർണമായി വേണം അവസാനിപ്പിക്കാൻ. അതായത് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കണം കഥാപാത്രങ്ങൾ. അടുത്തത് എന്താണ് എന്നുള്ളത് ആ ഭാഗത്തുനിന്ന് ആൾക്കാർക്ക് മനസ്സിലാകരുത്. അടുത്ത ഭാഗം വായിച്ചാൽ മാത്രമേ എന്തായി ആ പ്രശ്നം എന്ന് ആൾക്കാർക്ക് മനസ്സിലാകാൻ പാടുള്ളൂ. ഇത്തരത്തിലുള്ള ഗതാഗതം നിലനിർത്തുന്നത് വഴി നിങ്ങൾക്ക് കൂടുതൽ സൂപ്പർ ഫാൻസിനെയും വായനക്കാരെയും വരുമാനവും ഒക്കെ നേടാൻ കഴിയും. ഇപ്പം നിങ്ങൾ ഒരു 100 ഭാഗമുള്ള ഒരു രചന എഴുതാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പക്ഷെ ഒരു 40-60 ഭാഗം ആയപ്പോഴത്തേക്കും നിങ്ങൾക്ക് മടുത്തു. നിങ്ങൾ വിചാരിക്കുക വായനക്കാർ കുറവാണ്,
ആരും വരുന്നില്ല, ഞാൻ എഴുതുന്നില്ല, ഞാൻ ഇവിടെ വെച്ച് നിർത്താം, അല്ലെങ്കിൽ ഞാൻ ഈ കഥ ഉപേക്ഷിക്കുകയാണ്, പുതിയൊരു കഥ തുടങ്ങാം എന്നൊക്കെ വിചാരിക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരു 100 ഭാഗം എഴുതാൻ നിങ്ങൾ തീരുമാനിച്ചാൽ 100 ഭാഗവും നിങ്ങൾ എഴുതി പൂർത്തിയാക്കണം. ഈ 100 ഭാഗം പൂർത്തിയാക്കുന്നത് വഴി പിന്നെ വരുന്ന വായനക്കാർക്ക് തോന്നും ഇവര് കഥ ഇടയ്ക്കൊന്നും ഇട്ടിട്ട് പോവില്ല, കഥ എന്തായാലും എഴുതി പൂർത്തിയാക്കും, അല്ലെങ്കിൽ ഇവർക്ക് കൃത്യമായ ഫോളോവേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സാധിക്കും. അതുപോലെ തന്നെ 100 ഭാഗങ്ങൾ ഒരു കഥയ്ക്ക് എഴുതിയാൽ നിങ്ങൾ റെക്കമെൻഡേഷൻ സിസ്റ്റത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ നിങ്ങളുടെ വായനക്കാര് നിങ്ങളെ കൂടുതൽ തിരിച്ചറിയാനും ഇത് സഹായിക്കും. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു രചനയുടെ വിജയം എപ്പോഴും വായനക്കാരനാണ്. അപ്പം വായനക്കാരുടെ കമന്റുകൾ കൂടുതലായി ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. ഇപ്പം ഒരു രചനയില് ഒരു വായനക്കാർക്ക് സ്ഥിരമായി ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ ആ കഥാപാത്രത്തിന്റെ ഭാഗങ്ങൾ കുറച്ചുകൂടി, പ്രധാന കഥാപാത്രം അല്ലെങ്കിൽ പോലും ആ കഥാപാത്രത്തിന്റെ ഭാഗങ്ങൾ കുറച്ചുകൂടി അധികമായി കൊണ്ടുവരാൻ ശ്രമിക്കണം. പിന്നെ എന്തെങ്കിലും ട്വിസ്റ്റുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ട്വിസ്റ്റുകൾ വായനക്കാരിലേക്ക് കൂടുതൽ എത്തിക്കണം. കമന്റ് ലഭിച്ച ഭാഗങ്ങളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഭാഗങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ആ ഭാഗത്തിന്റെ പ്രത്യേകത എന്ന് അറിയാൻ ശ്രമിക്കണം. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ കവർ ചിത്രങ്ങളിലും ടാഗുകളിലും സമ്മറിയിലും ശ്രദ്ധ കൊടുക്കണം. നിങ്ങൾക്ക് സ്ഥിരമായി എല്ലാ ദിവസവും, ആഴ്ചയിൽ 7 ദിവസവും നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ആഴ്ചയിൽ 4 മുതൽ 5 ഭാഗങ്ങൾ വരെ എങ്കിലും പ്രസിദ്ധീകരിക്കണം. അതിൽ കുറച്ച് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധ കിട്ടാനുള്ള സാധ്യത കുറയും. ഇനി ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ 100 ഭാഗങ്ങൾ എഴുതിയ എന്താണ് ഗുണം എന്ന് നിങ്ങൾക്കും തോന്നാം. ആ ഗുണങ്ങളാണ് ഞാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങളെ പറ്റി ചെറിയൊരു ക്വിസ് ഒരുക്കിയിട്ടുണ്ട്. ആദ്യത്തെ ഒരേ നിമിഷം ഞാനത് പങ്കുവെക്കാം. ആ ആദ്യത്തെ മൂന്ന് ആദ്യത്തെ 3 ചോദ്യങ്ങൾക്കാണ് നിലവിൽ നിങ്ങൾ ഉത്തരം നൽകേണ്ടത്. അതിനുശേഷമുള്ളതാണ്. ആദ്യത്തെ 3 ഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം ഉത്തരം നൽകുക. സ്ക്രീനിൽ സ്വാഭാവികമായിട്ടും ഇത് ഓപ്പൺ ആയി വരുന്നതാണ്. അതിൽ എവിടെയും സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല.
പോരാടോ. ഓക്കെ, തൽക്കാലത്തേക്ക് പോൾ ഇവിടെ എൻഡ് ചെയ്യാണ്. ഓക്കെ, പോളുകളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്? ഓക്കെ, പോളുകളുടെ റിസൾട്ട് ഞാൻ കണ്ടു. ആദ്യത്തെ ചോദ്യം, 0 ഫോളോവേഴ്സിൽ നിന്ന് തുടങ്ങുന്ന ഒരു പുതിയ പ്രതിലിപി എഴുത്തുകാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്താണെന്നായിരുന്നു. 88% പേരും പറഞ്ഞിരിക്കുന്ന ഉത്തരം ആപ്പ് മനസ്സിലാക്കുകയും വായനക്കാരെ അറിയുകയും ചെയ്യുക എന്നതാണ്. അത് തന്നെയാണ് ശരിയായ ഉത്തരം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, റെക്കമെൻഡേഷൻ സിസ്റ്റത്തിൽ ഇടം പിടിക്കാൻ പോസ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴൊക്കെയാണെന്നാണ്. തുടക്കക്കാരനായ ഒരു വായനക്കാരനാണെങ്കിൽ ആഴ്ചയിൽ 3 മുതൽ 4 ഭാഗങ്ങൾ വരെ പോസ്റ്റ് ചെയ്യാം. 36% പേര് പറഞ്ഞിരിക്കുന്ന ഉത്തരമാണിത്. എന്നിരുന്നാലും ഐഡിയലി റെക്കമെൻഡേഷൻ സിസ്റ്റത്തിൽ ഇടം പിടിക്കുന്നതിന് ഏറ്റവും സഹായകരം ദിവസം തോറും ഒരു ഭാഗമെങ്കിലും പോസ്റ്റ് ചെയ്യുക എന്നതാണ്. 63% പേരും ഈ ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡിജിറ്റൽ വായനയുടെ ലോകത്ത് ഒരു രചനയുടെ ടേണിംഗ് പോയിന്റ് എവിടെയാണ്, വായനക്കാർ തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എവിടെയാണ് എന്നതായിരുന്നു ചോദ്യം. അത് അധ്യായം 1 തന്നെയാണ്. 48% പേരാണ് ഇതിന് ഉത്തരം നൽകിയിരിക്കുന്നത്. വളരെയധികം നന്ദിയുണ്ട്. ഇനിയും അടുത്ത ഭാഗങ്ങൾ കവർ ചെയ്തതിന് ശേഷം കൂടുതൽ പോളുകൾ ഉണ്ടാവുന്നതാണ്. ഒരേ നിമിഷം, ഉടൻ തന്നെ മടങ്ങി വരും. തുടങ്ങുകയാണ്. ക്ഷമ കാണിച്ചതിന് നന്ദി. അപ്പോൾ 100 ഭാഗങ്ങളുള്ള സീരീസുകൾ എഴുതിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഗുണം നേരത്തെ പറഞ്ഞു, വായനക്കാരെ കൂട്ടുക എന്നുള്ളതിന് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് റെക്കമെൻഡേഷൻ സിസ്റ്റത്തിൽ ഇടം പിടിക്കുക. 100 ഭാഗങ്ങളുള്ള ഒരു സീരീസ് എഴുതി നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ സിസ്റ്റത്തിൽ ഇടം പിടിക്കാൻ സാധിക്കും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന 100 നീണ്ട സീരീസുകൾ പെട്ടെന്ന് തന്നെ ട്രെൻഡിങ് വിഭാഗങ്ങള്, പുതിയവ, എഡിറ്റേഴ്സ് ചോയ്സ് വിഭാഗങ്ങൾ, അതായത് വിവിധ ജോണറുകളുടെ വിഭാഗങ്ങൾ, ഇവയിലൊക്കെ ഇടം പിടിക്കും. അപ്പോൾ ആൾക്കാർ ഇവിടങ്ങളിൽ നിന്നൊക്കെയാണ് രചനകൾ തിരഞ്ഞെടുത്ത് വായിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വായനക്കാരുടെ എണ്ണം വളരെയധികം വർദ്ധിക്കും. അടുത്തതായി, ആൾക്കാർക്ക് കുറച്ചുകൂടെ ഇഷ്ടം നീണ്ട സീരീസുകൾ വായിക്കാനാണ്. അവർക്ക് ആ കഥയോട് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവർ ആ സീരീസ് വിട്ടുപോകില്ല. അപ്പം തുടർച്ചയായി നിങ്ങളുടെ വായനക്കാര് നിങ്ങളുടെ കഥകൾ വായിച്ചുകൊണ്ടിരിക്കും. ഇത് നിങ്ങളുടെ വരുമാനം കൂട്ടും. പിന്നെ നിങ്ങളുടെ അടുത്ത സീരീസ് വരുമ്പോഴും
ഇവര് ഈ സീരീസുകൾ വായിക്കുന്നത് തുടരും. കാരണം നിങ്ങളെയും നിങ്ങളുടെ രചനകളെയും അവർക്ക് വളരെയധികം ഇഷ്ടമാണ്. പിന്നെ ഇതിലൂടെ ഇപ്പം ഒരു വായനക്കാരൻ നിങ്ങളുടെ രചനകൾ സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 50 ഭാഗങ്ങളൊക്കെ എത്തുമ്പോൾ നിങ്ങളുടെ ആ ഒരു രചനയുടെ ലോകത്തേക്ക് അവരും എത്തുകയാണ്. അവര് നിങ്ങളുടെ രചനയുടെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? നിങ്ങളുടെ സൂപ്പർ ഫാൻസ് ആവും. അവർ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കും. നിങ്ങളുടെ രചനകൾ അവർക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് അവരത് ഷെയർ ചെയ്യും, റിവ്യൂ നൽകും. ഇതൊക്കെ വീണ്ടും നിങ്ങളുടെ രചനകൾ കൂടുതൽ വായനക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ കൂടുതൽ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടുതൽ സമ്പാദ്യം തന്നെയാണ്. ആദ്യത്തെ 15 ഭാഗങ്ങൾക്ക് ശേഷം എഴുതുന്ന ഓരോ ചാപ്റ്ററുകളും നിങ്ങളുടെ സമ്പാദ്യം കൂടാൻ നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു രചയിതാവ് എന്ന നിലയിൽ നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും 100 ഭാഗങ്ങളുള്ള ഒരു സീരീസ് നിങ്ങളെ സഹായിക്കും. അതായത് 100 ഭാഗങ്ങളുള്ള ഒരു സീരീസ് പൂർത്തിയാക്കിയ ആളാണ് നിങ്ങളെങ്കിൽ എപ്പോഴും നിങ്ങൾ ഒരു രചന തുടങ്ങിയാൽ അത് പൂർത്തിയാക്കും. നിങ്ങൾ തുടർന്ന് എഴുതിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ രചന വഴിയിലിട്ടു പോയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ രചന സ്ഥിരമായി അപ്ഡേറ്റ് ചെയ്യും എന്നുള്ള വിശ്വാസങ്ങൾ വായനക്കാരിൽ ഉണ്ടാക്കിയെടുക്കാനും വായനക്കാർ നിങ്ങളെ ഫോളോ ചെയ്യാനും ഇത് സഹായിക്കും. കൂടാതെ സൂപ്പർ ഫാൻ സബ്സ്ക്രിപ്ഷൻ കൂടുന്നതിനും ഇത് ഗുണകരമാണ്. ഫോളോവേഴ്സിനെ കൂട്ടാം. ഇപ്പോൾ വേറൊരു കാര്യം, 100 ഭാഗങ്ങളുള്ള ഒരു രചന നിങ്ങൾ എഴുതുകയാണെങ്കിൽ പ്രതിലിപിയിലെ മികച്ച രചയിതാക്കളിൽ ഒരാളായിരിക്കും നിങ്ങൾ. കാരണം പ്രതിലിപിയിലെ രചയിതാക്കളിൽ വെറും 30 ലക്ഷത്തോളമുള്ള രചയിതാക്കളിൽ 21,000 പേര് മാത്രമാണ് 100-ൽ കൂടുതൽ ഭാഗങ്ങൾ എഴുതുന്നത്. അല്ലെങ്കിൽ 100 ഭാഗങ്ങളിലേക്ക് എത്തുന്നത് 42,000 ആളുകൾ മാത്രമാണ്. അതായത് ഒന്നോ രണ്ടോ, ആകെ എഴുത്തുകാരിൽ 1-2% ആളുകൾ മാത്രം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞാൽ നിങ്ങൾ പ്രതിലിപിയിലെ മികച്ച രചയിതാക്കളിൽ ഒരാളാണ് എന്നാണ് അർത്ഥം. ഇത് ഞങ്ങളുടെ ഡേറ്റകൾ വഴി ഞങ്ങൾ തയ്യാറാക്കിയ ചാർട്ടാണ്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഒരു സൂപ്പർ ഹിറ്റ് രചന നിങ്ങൾ എഴുതുമ്പോൾ ആ രചനയുടെ സീക്രട്ട് കീ, സക്സസ് കീ എന്ന് പറയുന്നത് ആദ്യത്തെ 4 ഭാഗങ്ങളാണെന്ന് ഞാൻ പറയും. അതായത് ഒരു രചന ഇപ്പം പ്രതിലിപി നിങ്ങളുടെ രചന പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ 3-4 ഭാഗങ്ങൾ അവർക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാതെ തന്നെ വായിക്കാൻ പറ്റും. എന്നാൽ ആദ്യത്തെ 4 ഭാഗങ്ങൾ കഴിഞ്ഞാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ അവർക്ക് വായിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ 4 ഭാഗങ്ങൾ അവരുടെ ശ്രദ്ധ നേടിയാൽ അവർ ആപ്പ് ഡൗൺലോഡ് ചെയ്യും, തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഉള്ളൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ പ്രൊമോഷനുകളിൽ കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ രചനയിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കൂടുതൽ കാലം നിങ്ങളുടെ രചന പ്രൊമോഷനുകളിൽ ഫേസ്ബുക്കിലും മറ്റും നിലനിർത്തും. അപ്പോൾ ആളുകൾ കൂടുതലായി നിങ്ങളുടെ രചനകൾ വായിക്കാനെത്തും. അതുകൊണ്ട് ആദ്യ 4 ഭാഗങ്ങൾ എത്രത്തോളം അട്രാക്ഷൻ ഉള്ളതാക്കാമോ, എത്രത്തോളം ആൾക്കാരെ പിടിച്ചിരുത്താൻ ആക്കാമോ അത്രത്തോളം നല്ല രീതിയിൽ എഴുതാൻ ശ്രമിക്കണം. ഇത് ആദ്യത്തെ ഭാഗം വളരെ നല്ലൊരു തുടക്കമായിരിക്കണം. ആൾക്കാരുടെ മനസ്സിൽ ആ ഒരു കഥാപാത്രത്തിനെ അവതരിപ്പിക്കുകയാണെങ്കിലും ഒരു സിറ്റുവേഷൻ അവതരിപ്പിക്കുകയാണെങ്കിലും ആ സിറ്റുവേഷനും കഥാപാത്രവും ആൾക്കാരുടെ മനസ്സിൽ ഇടം പിടിക്കണം. വൈകാരികമായ നിമിഷങ്ങൾ എഴുതാം, അല്ലെങ്കിൽ വളരെ ഹീറോയിക് ആയിട്ടുള്ള ഒരു നിമിഷം എഴുതാം, അല്ലെങ്കിൽ കഥ എന്താണ് എന്ന് ചെറിയ രീതിയിൽ ഒരു സൂചന കൊടുക്കുന്ന രീതിയിൽ എഴുതാം. അങ്ങനെ എന്തും ആവാം. ഇപ്പം പ്രണയത്തിലാണെങ്കിൽ ഭയങ്കര ഒരു കല്യാണത്തിന്റെ സെറ്റപ്പ്, നായകൻ വരുന്നില്ല, പെട്ടെന്ന് നടക്കുന്ന ഒരു വിവാഹം, ഇതിലൊക്കെ നായികയുടെ വികാരങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് എഴുതാം. പിന്നെ അല്ലെങ്കിൽ ഒരു ത്രില്ലറിൽ ഒരു ജേർണലിസ്റ്റ് ഒരു കേസ് അന്വേഷിച്ചു പോവുകയാണ്. ആ ജേർണലിസ്റ്റിൻ്റെയോടുള്ള ഭയങ്കര ഒരു സ്നേഹമാണ് ആദ്യം ഒരു അട്രാക്ഷനാണ് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കൊണ്ടുവരേണ്ടത്. പിന്നെയാണ് കഥാപാത്രങ്ങളെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യേണ്ടതും ഈ കഥകളുടെ ചെറിയ ചെറിയ ട്വിസ്റ്റുകൾ കൊണ്ടുവരേണ്ടതും ഒക്കെ. 3-ാമത്തെ ഭാഗമാവുമ്പോഴേക്കും ഈ കഥാപാത്രങ്ങളോട് വായനക്കാരിൽ ഒരു ബന്ധമുണ്ടാവും. അതിനുശേഷം ആ ബന്ധം വളർത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ
ബന്ധം കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ വായനക്കാരൻ അവരോട് അയ്യോ അങ്ങനെ പറ്റിപ്പോയല്ലോ ഇനി എന്തായിരിക്കും പറ്റുക എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ 3-4 ഭാഗങ്ങളിൽ വരുത്തണം. അടുത്ത ഭാഗം, 4-ാമത്തെ ഭാഗം എപ്പോഴും വളരെ സപ്പോർട്ടീവായിട്ടുള്ള, വളരെ അട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമായിരിക്കണം. കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നു, ഒരു അപകടം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടാകുന്നു. അടുത്തത് എന്താണെന്ന് പറയാതെ വേണം ആ ഭാഗം അവസാനിപ്പിക്കാൻ. അപ്പോൾ വായനക്കാരന് തോന്നണം അടുത്തത് എന്താണ് എന്നുള്ളത്. ഇനി രചയിതാക്കൾ ആവശ്യപ്പെട്ട പ്രകാരമുള്ള ഒരു സബ്ജക്റ്റും കൂടി ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതാണ് മറ്റു ഭാഷകളിലേക്ക് നിങ്ങളുടെ രചനകൾ മാറ്റി എഴുതുന്നതിനെ കുറിച്ചാണ്. അതായത് ഒരു കഥ പ്രതിലിപിയിലെ വിവിധ ഭാഷകളിലേക്ക് തന്നെ നിങ്ങൾക്ക് മാറ്റി എഴുതാം. ഇത് ഒരിക്കലും വിവർത്തനമാകരുത്, ഇതിന് അനുവർത്തനം എന്നാണ് പറയുന്നത്. ആ ഭാഷകളിലേക്ക് ചേരുന്ന രീതിയിൽ വേണം ഈ കഥകൾ എഴുതുന്നതിന്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ കഥ എഴുതുമ്പോൾ തന്നെ ഇത് മാറ്റി എഴുതാൻ കഴിയുന്ന രീതിയിൽ വളരെ ലളിതമായ ഭാഷയിൽ വേണം നിങ്ങൾ ഇത് എഴുതാൻ. ഇപ്പൊ തമാശകൾ എഴുതുകയാണെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിലുള്ള തമാശകൾ ഒരിക്കലും എഴുതരുത്. അപ്പൊ മറ്റ് ഭാഷകളിലുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എഴുതണം. ഒരിക്കലും വിവർത്തനം ചെയ്യരുത്. അതൊരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഒരു ഡ്രാമാറ്റിക്കൽ ഫീല് കൊണ്ടുവരും. നമ്മൾ എപ്പോഴും ആ ഭാഷയോട് ഇണങ്ങിയ രീതിയിൽ ഉള്ള വിവർത്തനങ്ങൾ ആയിരിക്കണം നടത്തുക. പിന്നെ ആ ഓരോന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതുമ്പോഴും കഥാപാത്രങ്ങളുടെ പേര്, സംഭവങ്ങൾ, ബന്ധങ്ങൾ എന്നിവയിലൊക്കെ ഒരു സ്ഥിരത പുലർത്തണം. ഒരിടത്ത് മേനോൻ എഴുതിയിട്ട് അടുത്തിടത്ത് ഒരിടത്ത് വന്ദന എന്ന് എഴുതിയിട്ട് അടുത്തിടത്ത് അത് വരുമ്പോൾ നന്ദന എന്നായി പോവരുത്. കൂടാതെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് ഈ രചനകൾ വായിക്കാൻ സൗകര്യം ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മതപരമായ സാംസ്കാരികപരമായ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള എഴുത്തുകൾ പൂർണ്ണമായും ഒഴിവാക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ രചനകൾക്ക് അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അത് കാരണമാകും. പിന്നെ ഓരോ ഭാഷകൾ എഴുതുമ്പോഴും ആ ഭാഷകൾക്കനുസരിച്ച് രചനകളുടെ ടോൺ മാറ്റാൻ ശ്രമിക്കണം. എല്ലാ കഥയിലെ ഒട്ടാകെ കഥാപാത്രങ്ങളുടെ വളർച്ച, കഥാഗതി എന്നിവയൊക്കെ ഒരുപോലെ നിലനിർത്തണം. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ സംസ്ഥാനത്തിനനുസരിച്ച് കഥാസന്ദർഭങ്ങളിൽ നേരിയ ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ കഥാസന്ദർഭത്തിനനുസരിച്ച് ആ സാഹചര്യം മാറ്റാൻ ശ്രദ്ധിക്കണം. ആ സന്ദർഭം ഒരിക്കലും ഈ നാട്ടിൽ ഇത് നടക്കില്ലല്ലോ എന്നുള്ള രീതിയിൽ വായനക്കാർക്ക് തോന്നരുത്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്. അടുത്ത 10 നിമിഷങ്ങൾ ഈ ക്ലാസ്സിനോടനുബന്ധിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാം. 10 നിമിഷങ്ങൾ മാത്രമാണുള്ളത്. അതിനുശേഷം 5-ാമത്തെ ദിവസം നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ചോദിക്കാനുള്ള ഒരു മണിക്കൂർ ക്ലാസ് കൂടി ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് ഇടുമ്പോൾ സ്റ്റോറിയുടെ ലിങ്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രചനയിൽ പോയിട്ട് ഒരു ലൈൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് പോസ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ, ആ വരിയോടൊപ്പം തന്നെ കഥയുടെ ലിങ്കും ആഡ് ആകുന്നതാണ്. ഓക്കെ. ആ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റൂ? ചോദിച്ചോളൂ.
നസ്മിയെ ചോദിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം ചോദിച്ചോളൂ. എനിക്ക് പിന്നെ 84 ഫോളോവേഴ്സും 161 വായനക്കാരുണ്ട്. അപ്പോ അതില് കുറച്ചും കൂടി കൂട്ടണേ, നമ്മൾ എന്താ ചെയ്യാ? ഇപ്പൊ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ സ്ഥിരമായിട്ട് പ്രസിദ്ധീകരിക്കുക. എല്ലാ ദിവസവും രചനകൾ പ്രസിദ്ധീകരിക്കാൻ ശ്രമിക്കുക. റിവ്യൂസിനൊക്കെ മറുപടി കൊടുക്കുക. രചനകൾ റിവ്യൂസ് നമ്മൾ എങ്ങനെ പ്രസിദ്ധീകരിക്കുമ്പോൾ മറുപടി കൊടുക്കുക? പോസ്റ്റുകളായിട്ട് ഞാൻ ഇടുക. നോക്കിയിട്ട് കിട്ടിയില്ല. എന്താണ്? പറഞ്ഞോളൂ. റിവ്യൂസിനൊക്കെ നമ്മൾ എങ്ങനെ മറുപടി കൊടുക്കുക? റിവ്യൂസ് ഇല്ലേ, അതിനെങ്ങനെ റിവ്യൂസിന്റെ താഴെ മറുപടി നമുക്ക് കൊടുക്കുക? മറുപടി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ആ, ആമിക്കുൻ ദയവായി സംസാരിക്കാവുന്നതാണ്. ഹലോ, ക്യാൻ ഹിയർ മീ? യെസ്. എനിക്ക് 313 ഫോളോവേഴ്സ് ഉണ്ട്. ഇപ്പൊ രണ്ടാമത്തെ സ്റ്റോറി 96 പാർട്ടായിട്ടുണ്ട്. പക്ഷെ ഓക്കെ. എനിക്ക് ഇതിനു മുമ്പ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടും എന്തെങ്കിലുമൊക്കെ എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ അതില്ലല്ലോ, അതെന്താണ്? നിങ്ങൾ ഗോൾഡൻ ബാഡ്ജ് ഓതർ ആവുമ്പോ ആണ് ആണ് ആ ഗോ- സീരീസ് ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഓ ഓ അപ്പോ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഏത് സീരീസ് ആണ് എഡിറ്റ് ചെയ്യേണ്ടത് ഡ്രാഫ്റ്റിലേക്ക് മാറ്റാൻ കഴിയും. ഡ്രാഫ്റ്റിലേക്ക് അല്ല, എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. എഡിറ്റ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നതല്ല. ആ ഡ്രാഫ്റ്റിലേക്ക് മാറ്റാൻ വേണ്ടി മാത്രമാണ് ബുദ്ധിമുട്ടുണ്ടാവുക. എന്നാൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ലോഡ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോ നമ്മുടെ പ്രൊഫൈലിൽ പോയി ആ ഭാഗം ഒന്ന് വായിച്ചതിന് ശേഷം തിരിച്ച് എഴുതൂ എന്ന ഭാഗത്ത് വന്ന് എഡിറ്റ് ചെയ്താൽ മതിയാകും. ഞാനങ്ങനെ ഒരു ശ്രമിച്ചപ്പോ പറ്റിയില്ല. കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. മറ്റ് വിവരങ്ങൾ മലയാള ആപ്പിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ റെസ്പോണ്ടിങ്. ഈ പ്രോഗ്രാമിന്റെ വിവരങ്ങൾ ഇവിടെ ചോദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യാമി ദയവായി സംസാരിക്കും. സംശയങ്ങൾ ചോദിക്കാമോ? യാമി? ഹലോ, ചോദിച്ചു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഓക്കെ, നമുക്ക് അത്യാവശ്യം റീച്ച് കിട്ടുന്ന സ്റ്റോറിയാണ്. അപ്പം കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജ് നമ്മുടെ സ്റ്റോറി റൈറ്റിംഗ് നെയിം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പോസ്റ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹിന്റുകളൊക്കെ കൊടുത്ത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പോസ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അതിൽ പ്രതിലിപിന്റെ ലിങ്ക് കണക്ട് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുമോ? പറ്റുമല്ലോ. ജസ്റ്റ് ലിങ്ക് എടുത്ത് പോസ്റ്റ് ചെയ്താൽ മതിയാകും. നിങ്ങൾക്ക് സ്വന്തമായി ഫേസ്ബുക്ക് പേജുകൾ തുടങ്ങാവുന്നതാണ്. അതെങ്ങനെയാന്നുള്ളതൊന്ന് സാധാരണക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞുതരാവോ? ഫേസ്ബുക്ക് പേജുകൾ സ്വന്തമായി തന്നെ ആരംഭിക്കേണ്ടതാണ്. പ്രതിലിപിയുടെ ഫേസ്ബുക്ക് പേജിൽ തുടങ്ങാൻ കഴിയുന്നതല്ല. ഫേസ്ബുക്ക് പേജുകൾ, ഇൻസ്റ്റാഗ്രാം പേജുകൾ എന്നിവ തുടങ്ങുന്നത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ഫേസ്ബുക്കിന്റെ ഗൈഡ് ലൈനുകൾ നോക്കിയാൽ മതിയാകും. അതല്ല ചോദിക്കുന്നത്. നമ്മള് പോസ്റ്റ്, അതായത് ഇങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒക്കെ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ട് നമുക്ക് പ്രതിലിപിയിൽ നിങ്ങളുടെ ജോയിൻ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, അതിലേക്ക് ടാഗ് ചെയ്ത് ഇടാൻ പറ്റുമോ? അതായത് ഇല്ല, നിങ്ങളുടെ പേജിലേക്ക്. പ്രതിലിപി ഗ്രൂപ്പുകളിൽ ഞങ്ങൾ രചയിതാക്കളുടെ രചനകൾ അപ്രൂവ് ചെയ്യാറുണ്ട്. പേജുകളിൽ മാർക്കറ്റിംഗ് ടീമുകളിൽ നിന്നുള്ള രചനകൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. ഓക്കെ, നമ്മൾ അങ്ങനെ ടാഗ് ചെയ്തിടാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ രീതിയിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ത്രൂ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾ കൂടുതൽ ആൾക്കാരെ ഫോളോ ചെയ്യുക. നിങ്ങൾ ഇതിനു വേണ്ടി ഒരു പേജുകൾ തുടങ്ങി കൂടുതൽ ആൾക്കാരെ ഫോളോ ചെയ്യുക. സ്ഥിരമായി രചനകൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോളോവേഴ്സ് നിങ്ങളുടെ രചനകൾ കാണുകയും അത് വായിക്കുകയും ചെയ്യും. ഓക്കെ, നമുക്ക് അതിന്റെ താഴെ പ്രതിലിപി ലിങ്ക് ഇടുമ്പോ എന്തായാലും അത് പ്രതിലിപിയിലാണ് അത് വായിക്കുന്നുണ്ടാവുക. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊരു ഫോർമാറ്റിലാണ് നമുക്ക് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക? മനസ്സിലായില്ല.
അതായത് നമുക്ക് ആളുകളിലേക്ക് നമ്മളിങ്ങനെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ദിവസം അതിന്റെ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ആദ്യത്തെ 14 എണ്ണം നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോസ്റ്റ് ആക്കി ഇടുകയാണെന്ന് കരുതുക. അപ്പം ഓക്കെ 15th പാർട്ട് തൊട്ടിട്ടാണ് നമുക്ക് പ്രതിലിപിയിൽ അത് ലോക്ക് ആവുന്നത്. അതെ. ആ ഒരു ഫോർമാറ്റിൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ AI വീഡിയോസ് വെച്ച് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ ഇത് പറ്റുന്നത്? പൂർണ്ണമായും താങ്കളുടെ ഓപ്ഷനാണ്. അതേസമയം ഓക്കെ. തന്നെ വീഡിയോകൾ വെച്ച് ചെയ്താൽ ആൾക്കാർ കൂടുതൽ അട്രാക്റ്റഡ് ആവും. ഉം അതിനുള്ള സമയമുണ്ടെങ്കിൽ അത്തരത്തിൽ ചെയ്യാവുന്നതാണ്. ഉം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രം പോസ്റ്റ് ചെയ്യുക. ഒരു രചനയുടെ ഒരു ഭാഗം പൂർണ്ണമായും പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ആൾക്കാർക്ക് അടുത്തത് എന്താവും എന്ന് തോന്നുന്ന ചെറിയ ചെറിയ ഭാഗങ്ങൾ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അവരത് കൂടുതൽ വായിക്കും. ഓക്കെ ഓക്കെ നമുക്ക് കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ എങ്ങനെയാന്നുള്ളതാണ് അറിയാത്തത്. അതായത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. നല്ല ഒരു സ്റ്റോറി, എനിക്ക് ഏകദേശം ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത്യാവശ്യം വായനക്കാരുള്ള ഒരു ഇത് വരുന്നതാണ്. അപ്പം കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഫോളോവേഴ്സിനെ കൂട്ടാനാണ് നമ്മളിപ്പം നോക്കുന്നത്. നമ്മൾ ഇത്രയും എഫേർട്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടി ഫോളോവേഴ്സ് കൂടി വരണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പൊ അതിനെന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിലിപിയുടെ സ്ഥിരമായി പ്രസിദ്ധീകരിക്കുന്നത് വഴിയും ആൾക്കാരിൽ കൂടുതൽ പിടിച്ചു നിർത്തുന്നത് വഴിയും പ്രതിലിപി തന്നെ റെക്കമെൻഡേഷൻ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരിലേക്ക് രചനകൾ എത്തുന്നതാണ്. സോ ഓക്കെ മെയിൻലി ചെയ്യാൻ പറ്റുന്നത് സ്ഥിരമായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നുള്ളതൊക്കെ ഉപയോഗിക്കുന്നത് താങ്കളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഓക്കെ ഓക്കെ താങ്ക് യു. താങ്ക് യു. അൻവിത് ദയവായി സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അറിയാണ്ട് ഒരേ നിമിഷം. അൻവിത് ദയവായി സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Oh, thank you. Am I audible? യെസ്. ഓക്കെ, അൺമ്യൂട്ട് ആയിരുന്നേ, ഞാൻ കുറെ നേരമായി. എനിക്ക് ചെറിയൊരു ഡൗട്ടാണുള്ളത്. ഞാനിപ്പോ ഓക്കെ. പ്രതിലിപി പ്രതിഭ അവാർഡിലില്ലേ സീസൺ 1, അതില് ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതില് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരുന്നത് നമ്മൾ വായനക്കാരോട് വർത്താനം പറയുന്ന രീതിയിൽ ഒരു കോൺവെർസേഷൻ ഒന്നും പാടില്ലാന്ന്. അപ്പൊ അത് മാക്സിമം ഫോളോ ചെയ്യണ്ട. അപ്പോൾ മാം പറഞ്ഞില്ലേ ലാസ്റ്റ് നമുക്ക് ഫോളോവേഴ്സിനെ വേണമെങ്കിൽ നമ്മൾ തന്നെ ലാസ്റ്റ് ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ അത് ഇതൊക്കെ ആഡ് ചെയ്യാം ഒരു മത്സരത്തിക്ക് നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത്. ഒന്നോ രണ്ടോ സെന്റൻസുകൾ എഴുതുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഉം. എന്നാൽ നിരവധി സെന്റൻസുകൾ എടുക്കുകയും കഥാഭാഗങ്ങൾ ചുരുങ്ങുകയും ചെയ്യുന്നത് പ്രശ്നമാണ്. അല്ല, പ- കഥാഭാഗത്തിലല്ല, തുടരുന്നു നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം എഴുതണതിലെ പ്രശ്നമുണ്ടോ? അതാണ് ഒരുപാട് ഭാഗങ്ങൾ, ഒന്നോ രണ്ടോ സെന്റൻസുകൾ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് പ്രശ്നമില്ല. ആ, അത് നമ്മുടെ ഈ ഉള്ളടക്കത്തിൽ ഇപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ട് ആ, മാക്സിമം മിനിമം 1000 ലെറ്റേഴ്സ് വേണം. അത് ഇതിലാവരുത് എന്നല്ലേ ഉദ്ദേശിച്ചത്? അതെ. ഓക്കെ. പരമാവധി അത്തരം മത്സരങ്ങളിൽ ഇത് ഒഴിവാക്കുന്നത് തന്നെയാണ് പരമാവധി നല്ലത്. ആ എന്നാൽ എഴുതുന്നുണ്ടെങ്കിൽ പോലും ഒന്നോ രണ്ടോ സെന്റൻസുകളിൽ മാത്രം ഒതുക്കുന്നതിന് ശ്രമിക്കണം. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് മൈ ഫസ്റ്റ് വർക്ക്. അത് ഞാൻ ചെറിയ കഥകൾ എഴുതാറുണ്ട്. ഇപ്പൊ സീരീസ് ആയിട്ട് ഇത് ഫസ്റ്റ് ആയിട്ട് എഴുതുന്നത്. അപ്പോൾ ഒരുപാട് സംശയമുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സുകളിലും ഇതുപോലത്തെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഓ, ഇതിന് താങ്ക് യു സോ താങ്ക് മച്ച്. യു സോ മച്ച്. ഗുഡ് നൈറ്റ്. മുകിൽ ദയവായി സംസാരിക്കുക. ഹലോ ഹലോ, പറഞ്ഞോളൂ, ഹലോ ചോദിച്ചോളൂ. കേൾക്കാമോ? കേൾക്കാം. ഏതാണ്ട് ഇതുപോലത്തെ സംശയം തന്നെ ആയിരുന്നു. അതായത് പ്രമോ ആയിട്ട് ചിലര് പാർട്ടുകൾ ഇടണ കാണുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ തന്നെ പ്രമോ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെയൊക്കെ ചെയ്യാമോ എന്നുള്ളതായിരുന്നു. നേരത്തെ പ്രതിഭ, ചോദിച്ച പോലത്തെ തന്നെ ഡൗട്ടാണ്. മത്സരങ്ങളിൽ എഴുതുമ്പോൾ പ്രൊമോകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ മത്സരങ്ങളിൽ പ്രൊമോ എഴുതാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഫേസ്ബുക്കിലേക്ക് പ്രൊമോഷന് പോകാതിരിക്കുന്നതിനും
മത്സരങ്ങളിൽ പരിഗണിക്കാതിരിക്കുന്ന പ്രമോയുടെ വലിപ്പം കുറവാണെങ്കിൽ മത്സരത്തിൽ പരിഗണിക്കാതിരിക്കുന്നതിനും പോലും അത് കാരണമാകും. അതിനാൽ തന്നെ ഓക്കെ. മത്സരങ്ങൾക്ക് അത് എഴുതുമ്പോൾ പ്രമോകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓക്കെ. അതുപോലെ നമ്മളുടെ ആദ്യത്തെ പാട്ട് തന്നെ ഇപ്പൊ ഇത് 1000 വേർഡ്സ് ആണല്ലോ. അപ്പോൾ നമ്മളത് എത്ര മിനിറ്റ് വരെയും ആവാം എന്നുള്ള ഒരു ഇതുണ്ടോ? അല്ലെങ്കിൽ അൻ- ഇപ്പൊ ഇത്ര മിനിറ്റ് ആയി കഴിഞ്ഞാൽ ആളുകൾക്ക് ബോറടിക്കും, ഒരു പാർട്ട് വായിക്കാൻ, അങ്ങനെ ഒരു ഇതുണ്ടോ? 5 കൂടുതലായിട്ട് മിനിറ്റുകളാണ് പാർട്ടിന്റെ ലെങ്ത് കൂടിയ പാർട്ടുകൾ കൂടുന്ന അത് 6, 7, 8 അങ്ങനെ. ചോദിച്ചോളൂ. അതെ. അതായത് 8 മിനിറ്റ് ആയി കഴിഞ്ഞാൽ അത് വായിക്കാൻ ബോറടിക്കും, ആദ്യത്തെ പാട്ട് തന്നെ, അങ്ങനെ ഒരു ഇതുണ്ടോ? അത്തരത്തിൽ ഒരിക്കലുമില്ല. പക്ഷെ ഒരിക്കലും വലിച്ചു നീട്ടാതിരിക്കുക. ഒരേ സംഭവം തന്നെ വലിച്ചു നീട്ടി എഴുതാതിരിക്കുക. കാമ്പുള്ള കാമ്പുള്ള ഓക്കെ. ഭാഗമാണെങ്കിൽ അത് 10 മിനിറ്റ് ആയാലും 15 മിനിറ്റ് ആയാലും ആൾക്കാർ വായിക്കും. ആയാലും വായിക്കും ഒരു ആ, പാർട്ട്. ഓക്കെ. അതെ. അതുപോലെ നമുക്കിപ്പോ ജസ്റ്റ് ഇത് ടു ബി കണ്ടിന്യൂ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഇതില് നമുക്ക് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക എന്നുള്ള 1-2 ലൈൻ മാത്രം എഴുതാം അല്ലേ? അത് നേരത്തെ പറഞ്ഞതുപോലെ മത്സരങ്ങളിൽ അത് മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. അത്തരത്തിൽ നിരവധി ഒഴിവാക്കണം. ഭാഗങ്ങൾ ഓക്കെ ഓക്കെ ഓക്കെ. ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഒഴിവാക്കപ്പെടാൻ കാര്യമാകും. അതുകൊണ്ടാണ് മത്സരത്തിൽ നിന്ന് അത് ആ പരമാവധി ഓക്കെ ഒഴിവാക്കാൻ ഓക്കെ വേണ്ടി ഓക്കെ. ആവശ്യം. ആ നന്ദി. ഓക്കെ ഓക്കെ. താങ്ക് യു സോ മച്ച്. ഹീസ് 60136 ദയവായി സംസാരിക്കണം. എനിക്ക് ചോദിക്കാനുള്ളത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. നമ്മളെ ഒരു സ്റ്റോറി എഴുതുന്നതാണ്. ഇപ്പൊ ഒരു 25 പാർട്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ കവർ പിക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ടത്? കവർ പിക്ക് തയ്യാറാക്കി സ്റ്റോറിയുടെ ടൈറ്റിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തരാമോ? സ്റ്റോറിയുടെ ടൈറ്റിൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ എഴുതണം. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചാണ് ചെയ്യേണ്ടത്. കവർ പിക്ക് നമുക്കിപ്പോൾ AI ഉപയോഗിച്ച് തയ്യാറാക്കാൻ കഴിയും. അത്തരത്തിലുള്ള രീതിയിലൊക്കെ കവർ പിക്ക് തയ്യാറാക്കാൻ കഴിയും. അല്ലെങ്കിൽ പ്രതിലിപി തന്നെ കുറച്ച് കവർ പിക്കുകൾ അതിനകത്ത് ചൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതിലേതെങ്കിലും ഇഷ്ടമായെങ്കിൽ അതും ഉപയോഗിക്കാം. ഓക്കെ ഓക്കെ, അതാണ് ഒരു സംശയം ഉണ്ടായിരുന്നത്. വേറൊന്നുമില്ല. താങ്ക് യു. 3 പേരുകൂടി കഴിഞ്ഞ് ഞങ്ങൾ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതാണ്. അടുത്തതായി ആശിഷ് പീനാഥ് സംസാരിക്കണമെന്ന് അറിയിക്കുന്നു. ഓക്കെ, എന്റെ ഡൗട്ട് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ റൊമാൻസിലെ ഇന്ത്യൻ റൊമാൻസ് ഒക്കെ എഴുതുമ്പോൾ ഇപ്പൊ ഇടയ്ക്ക് എപ്പോഴോ പറയുന്നത് കേട്ടുന്നു ഇപ്പൊ കട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതായത് കട്ട് ചെയ്യാറുണ്ടോ അങ്ങനെ എഴുതുമ്പോ? പ്രതിലിപിയുടെ പോളിസികൾക്കെതിരാണെങ്കിൽ ഞങ്ങൾ അത് ഡ്രാഫ്റ്റിലേക്ക് മാറ്റുന്നതാണ്. അമിതമായ ലൈംഗിക വർണ്ണനകളോ മറ്റോ പ്രതിലിപി അനുവദിക്കുന്നതല്ല. പ്രതിലിപിയുടെ പ്രധാന കഥാപാത്രങ്ങൾക്ക് പ്രധാന കഥയുടെ ഭാഗമായി വരുന്ന പ്രണയ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷെ അതിൽ അമിതമായ രീതിയിലുള്ള ലൈംഗിക വർണ്ണനകളോ മറ്റോ പാടില്ല. അത് ഞങ്ങളുടെ സിസ്റ്റം അതിനെ കണ്ടെത്തുകയും എക്സ്പ്ലിസിറ്റ് കണ്ടന്റുകളെ കണ്ടെത്തുകയും ഞങ്ങൾ അത് റിമൂവ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അടുത്തതായി രുദ്രാത്മിക സംസാരിക്കണമെന്ന് അറിയിക്കുന്നു. ഹലോ മാം. പറഞ്ഞോളൂ. അത് നമ്മൾ സീരീസ് എഴുതുന്ന സമയത്ത് അത് ഷെഡ്യൂൾ ചെയ്യുമല്ലോ. അതിപ്പോ ഏകദേശം ഒരു എത്ര സമയം കഴിഞ്ഞ് ഷെഡ്യൂൾ ചെയ്യുന്നതായിരിക്കും നല്ലത്? ഷെഡ്യൂൾ ചെയ്തിരുന്നത് താങ്കളുടെ താല്പര്യത്തിനനുസരിച്ച്. പക്ഷെ ഒരു കാര്യം പറയാം, എല്ലാ ദിവസവും ഒരേ സമയത്ത് ഷെഡ്യൂൾ ചെയ്യുന്നത് ആ സമയത്ത് ആൾക്കാർ നിങ്ങളുടെ രചന പരിശോധിക്കാൻ സഹായിച്ചേക്കും. ഓക്കെ, താങ്ക് യു മാം. നകുൽ നകുൽ കൂടി സംസാരിക്കുക. അതോടുകൂടി നമ്മൾ നകുൽ കൂടി സംസാരിക്കൂ. ഒരാൾ കൂടി സംസാരിച്ചിട്ട് നമ്മൾ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതാണ്. ഹലോ മാം, കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ.
മേഡം എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാല് ഞാനൊരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് അത് നിർത്തിയായിരുന്നു. അപ്പം ആ സ്റ്റോറി റീസ്റ്റാർട്ട് ചെയ്യുമ്പം എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഒന്ന് പറയാമോ? റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പാർട്ട് എഴുതുമ്പോൾ ഈ സ്റ്റോറിയുടെ ഒരു സമ്മറി കൊടുത്താൽ, ഇതുവരെ ഉള്ളൊരു സമ്മറി കൊടുത്താൽ നന്നായിരിക്കും. കൂടാതെ വീണ്ടും പോസ്റ്റുകളിൽ വീണ്ടും വീണ്ടും ഈ രചന ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്കൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം താങ്കളുടെ വായനക്കാരെ അറിയിക്കുക. അപ്പൊ അതുവരെ വായിച്ചിരുന്ന ആ റീഡേഴ്സിനെ തിരിച്ചു കിട്ടുമോ, അതോ റീഡേഴ്സ് കുറവായിരിക്കുമോ വീണ്ടും? അത് നമ്മൾക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. പക്ഷെ വീണ്ടും റീഡേഴ്സ് വായിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ ആദ്യം ഓക്കെ, തൊട്ട് താങ്ക് വീണ്ടും യു വീണ്ടും മാഡം. റീഡേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു മാഡം. ആഹ് ഫാത്തിമ ഷിഫ കൂടി ചോദിക്കേണ്ടതാണ്. ഹലോ മാം, പറഞ്ഞോളൂ. ഇപ്പൊ ഈ പ്രതിഭ അവാർഡിലോട്ട് 1000 വേർഡ്സ് എന്ന് പറഞ്ഞില്ലേ? അതെ. അപ്പൊ നമ്മളൊരു 1020 അല്ലെങ്കിൽ 1030 നിർത്തി ഒരു 4 മിനിറ്റ് അല്ലേ വരൂ? അപ്പൊ അതൊരു പ്രശ്നമാണോ? ഇല്ല, 1000 വേർഡ്സ് ഉണ്ടെങ്കിൽ താങ്കളുടെ രചന പരിഗണിക്കുന്നതാണ്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ. ഒരാൾ പ്രതിഭ അവാർഡിലെ രചനകളിൽ ഇംഗ്ലീഷ് ഉൾപ്പെടുത്താമോ എന്ന് ചോദിച്ചിരുന്നു. ഇംഗ്ലീഷ് ഡയലോഗുകൾ ഉൾപ്പെടുത്തുന്നതിനോട് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ മുഴുവനായും ഇംഗ്ലീഷായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതെ, പ്രതിഭ അവാർഡിൽ ഒരു പാർട്ടിലാണ് 1000 വാക്കുകൾ വേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇത് സഹായകരമായിരുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിന് വളരെയധികം സന്തോഷം. നാളെ വീണ്ടും കാണാം. നാളെയും എല്ലാവരും എത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു സോ മച്ച്.